ഫ്രൈഡേ ആയിട്ട് നമുക്ക് താറാവ് കറിയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് മീറ്റൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത്ര ഫാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഫാറ്റ് കൂടെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആകെപ്പാട് കറി കുളമായി പോയാലെന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പോർഷൻ ഫാറ്റ് മാത്രമേ കറിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എനിക്ക് കുക്കറിലാക്കി തന്നെ എൻ്റെ കെട്ടിയവരാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ താറാവ് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ കണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീറ്റിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും ഒരു ശകലം വെള്ളമൂടി ഒഴിച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നിടം വരെ ഞാൻ ഒന്ന് ആ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ സെറ്റാക്കാം. അപ്പോൾ അതാണ്ട് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് ആ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഗരം മസാല പൊടി യൂസ് ചെയ്യുന്നില്ല. ഈ സാധനങ്ങളൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് താണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പകുതി വഴണ്ട് വന്ന സമയത്ത് ഞാൻ ഒരു തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ താണ്ട് എല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്ക് പൊടി ഐറ്റംസ് ആയിട്ട് ഞാൻ ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി ചേർക്കാനില്ല. മിക്കവാറും ഉള്ളവർ ഈ താറാവ് കറി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും കുരുമുളക് പൊടിയും പച്ചമുളകും തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മളുടെ താറാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാണ് നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഞാൻ മറ്റേ ടിന്നിൽ വരുന്ന പാലില്ലേ, തേങ്ങാപ്പാൽ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. കാരണം എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലായിരുന്നു, തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഈ 2ാം പാലിൽ ഇത് ഫുള്ളൊന്ന് വറ്റിച്ച് നല്ല വേവിച്ച് ഇതാണ്ട് ഈ ഒരു പരുവം വരെ ആക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു പരുവമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ട ആ അളവിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരു പരുവത്തിൽ മതിയായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതൊരു സൂപ്പർ കറിയാണ്, ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം മസാലക്കൂത്തൊന്നും ഇല്ലാതെ നല്ല കുരുമുളകിൻ്റെ എരിയും തേങ്ങാപ്പാലും ഒക്കെ ആയിട്ട് സെറ്റ് സംഭവമായിരുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.